മുത്തുമണിയുടെ രാത്രിയിലൊരു നിസ്കാരമുണ്ട്, 2 റക്അത്തേ ഉള്ളൂ. അത് നിങ്ങൾ എന്തായാലും നിസ്കരിച്ചെന്ന് പഠിച്ചോ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കും, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ പടച്ചോൻ പറഞ്ഞൊരു ഗ്യാരണ്ടി ഉണ്ട്. എൻസിലു ഇല സമാഇ ദുനിയ, ഈ 1-ാം ആകാശത്തിലേക്ക് റബ്ബ് ഇറങ്ങി വരും. ആരെങ്കിലും ഞാൻ ആ ഇറങ്ങി വരുന്ന സമയത്ത് എന്നോട് ചോദിക്കണ കേട്ടാല് അസ്തജീബുലക്കും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകപ്പെടുമെന്ന് പടച്ച റബ്ബ് ഗ്യാരണ്ടി തന്നൊരു നിസ്കാരം. അഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീളത്തി, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം എന്ന് പ്രവാചകൻ നിങ്ങൾ പഠിപ്പിച്ച സ്വലാത്തുൽ ലൈലി, അതായത് തഹജ്ജുദ് നിസ്കാരം. നല്ല അടിപൊളി റൂമില്, നല്ല സ്പ്രിങ്ങിന്റെ ബെഡില് കമ്പിളിയൊക്കെ പുതച്ചിട്ട് AC ഒക്കെ ഉള്ള റൂമാണെങ്കിൽ അവിടെ ഉറങ്ങണ ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിസ്ക് ആയിരിക്കും. നബിതങ്ങൾ പറഞ്ഞത് സല്ലൂബില്ലൈലി വന്നാസു നിയാമുൻ, നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കണം. എങ്ങനെ അറിയോ? വന്നാസു നിയാമുൻ, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയക്കാരം. അപ്പൊ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീച്ചിട്ട് ഒരു 5 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. ഈ 2 റക്അത്തുള്ള ഈ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം നിങ്ങളെ ഹലാലായ ഉദ്ദേശങ്ങൾ റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് വാഗ്ദാനം തന്നതുപോലെ ഉദൂനി അസ്തജീബുലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കി, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകപ്പെടുമെന്ന് പറഞ്ഞ ആ ഗ്യാരണ്ടി സഫലമാകുന്ന ഒരു വണ്ടർഫുൾ നൈറ്റ് ആയിരിക്കും ആ രാത്രി. സുബ്ഹ് ബാങ്ക് കൊടുക്കണീന്റെ മുമ്പായിട്ട് നിസ്കരിച്ചാൽ മതി, 2 റക്അത്തേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം നിങ്ങൾ നല്ല ഉദ്ദേശത്തോടെ നീച്ച് ആത്മാർത്ഥമായിട്ട് ആ 2 റക്അത്ത് നിസ്കരിച്ച, ഞാൻ പറയണു ബാക്കിയുള്ള ദിവസങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾ നീച്ച് നിസ്കരിക്കും. ഞാൻ ഒരു അലാറം പാടെ പറഞ്ഞുതരാം. രാത്രി ഉറങ്ങാൻ കിടക്കണീന്റെ മുമ്പായിട്ട് സൂറത്തുൽ കഹ്ഫിലെ ഈ അവസാനത്തെ ആയത്ത്, ഈ ആയത്ത് നോദിയിട്ട് കിടക്കും. നിങ്ങൾ നീച്ചും, ഉറപ്പാണ് നിങ്ങൾ നീച്ചും. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ അതേപോലെ ഇങ്ങനെ തുടർന്ന് പോന്നാല് പിന്നെ നിങ്ങളെ ശരീരം സ്വന്തം നിങ്ങളെ നീപ്പിച്ചാൻ തുടങ്ങും. നമ്മളെങ്ങിട്ടാണോ പോണത്, പിന്നെ ശരീരം നമ്മളെ കൊണ്ടുപോകാൻ അങ്ങോട്ടാണ്. 2-3 ദിവസം നിങ്ങൾ ഇങ്ങനെ ഒരു സുബ്ഹ് ബാങ്കിന്റെ മുമ്പ് നീച്ചിടുന്നത് കണ്ടാല് ഓട്ടോമാറ്റിക് ശരീരം തന്നെ നിങ്ങളെ നീപ്പിച്ചോളും. എന്നിട്ട് നിങ്ങൾ നിസ്കരിച്ചു നോക്കി, ഒരു ദിവസം നിസ്കരിച്ചു നോക്കി, 2-ാമത്തെ ദിവസം നിസ്കരിച്ചു നോക്കി, 3, 4, 5, 6 ഇങ്ങനെ ഓട്ടോമാറ്റിക് കണ്ട് പോയിക്കോളും. ഞാൻ പറയണു, എന്റെ ആയുസ്, അതായത് എന്റെ ഉംറ്, എന്റെ വയസ്സ്, എന്റെ ആയുസ് ഏതൊരു വ്യക്തിയുടെ കയ്യിലാണോ ആ വ്യക്തി തന്നെ സത്യം. എന്റെ ജീവിതത്തിൽ എന്റെ വിജയത്തിന് പിന്നിലുള്ള ഒരു അടിസ്ഥാന മാനദണ്ഡം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു നിസ്കാരമാണ് സ്വലാത്തു തഹജ്ജുദ്. ഞാനല്ലല്ലോ നിങ്ങൾക്ക് വാഗ്ദാനം നൽകണേ. നിങ്ങളെ ആയുസ് ഏതൊരു വ്യക്തിയുടെ കയ്യിലാണോ, അത് നിങ്ങളെ ശ്വാസത്തിന്റെ പോലും ഓണറായ റബ്ബാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകണത്. സല്ലൂബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങൾ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ നീച്ചിട്ട് ഈ 2 റക്അത്ത് നിസ്കരിച്ചു, ഞാൻ നിങ്ങൾക്ക് നടത്തി തരാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകണം നിങ്ങളെ റബ്ബ്, ഞാനല്ല, നിങ്ങളെ റബ്ബ്. ഈ വീഡിയോ കേൾക്കുന്നവരിൽ പലരും ചിലപ്പോൾ ഉണ്ടാവും ഇത് നിസ്കരിച്ചിട്ട് ഇതിന്റെ ഗുണങ്ങളൊക്കെ കിട്ടിയ ആൾക്കാർ, അല്ലെങ്കിൽ ചോദിച്ചിട്ട് റബ്ബ് മറുപടി